ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീടുകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്ന പുട്ട് ബാക്കി വന്നാൽ അതുകൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പുട്ട് ബാക്കി വന്നാൽ ആരും ഇനി കളയാൻ നിൽക്കേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായി നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് പുട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായി പൊടിച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ മാവ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊട്ടുപൊടിയും മൈദമാവും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 150 ഗ്രാം ശർക്കരയാണ് ഉരുക്കി പാനിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് ചെറു ചൂടോടുകൂടെ വേണം കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോഴേ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. ഇനി ഇത് ശർക്കരപ്പാനി കുറേശ്ശെയായി ഒഴിച്ച് കട്ട കെട്ടാതെ നമുക്ക് ഈ ബാറ്റർ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് മുഴുവൻ ശർക്കരപ്പാനിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടാൻ വേണ്ടി. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്ര മാത്രമാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് ഇനി പുട്ട് ബാക്കി വന്നാൽ ആരും കളയാൻ നിൽക്കേണ്ട. നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് നല്ല ഉഷാറും ചായക്കടി റെഡിയാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.